നമ്മളിന്ന് കല്യാണ വീടുകളിലൊക്കെ ചെയ്യുന്ന നല്ല കുറുകിയ ഗ്രേവിയോടുകൂടിയ മീൻ മുളകിട്ടത് കണ്ടിട്ടില്ലേ? അതാണ് നമ്മളിന്നിവിടെ ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ കേരയാണ് എടുത്തിരിക്കുന്നത്. 1 കിലോൻ്റെ ഒരു ചെറിയ കേരയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നല്ല പച്ച കേരയാണ് കേട്ടോ. പഴകിയ മീനൊന്നും ഇങ്ങനെ മുളകിടാനായിട്ട് എടുക്കരുത്, ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. അപ്പോൾ അതിനുവേണ്ടി ഞാൻ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് ഉലുവയിട്ട് പൊട്ടിക്കുക. അത് കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, വേപ്പില, പച്ചമുളക്, പിന്നെ ചെറിയ ഉള്ളി കുറച്ചധികം എടുക്കണം കേട്ടോ. 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുക. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. ഐറ്റംസ് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഗ്രേവിക്കുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഉപ്പിടുക. പിന്നെ കുടംപുളി, നമുക്ക് ഓരോരുത്തരുടെ പുളി അനുസരിച്ചുള്ള പുളി വേണം ഇടാനായിട്ട്. ചിലർക്ക് കൂടുതൽ പുളി വേണം, ചിലർക്ക് കുറച്ച് മതിയല്ലോ. അപ്പോൾ അതനുസരിച്ച് ഇട്ടാൽ മതി. പിന്നെ വെള്ളം ഒത്തിരി ഒഴിക്കരുത്, മീനിൻ്റെ ലെവലിനെ വെള്ളം നിൽക്കാൻ പാടുള്ളൂ. എന്നാലേ നമുക്ക് നല്ല കട്ടിയുള്ള ഗ്രേവിയോട് കൂടിയ മീൻകറി കിട്ടുള്ളൂ. അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് ലെവലാക്കുക. വെള്ളത്തിൻ്റെ ഒപ്പം നിൽക്കുന്ന രീതിയിൽ മീനൊന്ന് ലെവലാക്കിയിട്ട് മൂടി വെച്ചിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം. തിളച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു 10 മിനിറ്റോളം ഞാൻ മീഡിയം ഫ്ലെയിമിലിട്ടാണ് വെച്ചത്. ഇപ്പം നമ്മുടെ മീൻകറിയുടെ ഗ്രേവിയൊക്കെ നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇത് ഇരിക്കും തോറും ഒന്നും കൂടി ഗ്രേവി കുറുകി വരും. അപ്പോൾ ഏതാണ്ടൊക്കെ നമ്മുടെ കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് താളിപ്പിടണം. ഉള്ളിയും 1 അല്ലി വെളുത്തുള്ളി, പിന്നെ കുറച്ച് വേപ്പില, ഇതെല്ലാം കൂടി നല്ലതുപോലെ മൊരിയിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പക്കത്തിൽ മൂപ്പിച്ചൊക്കെ വെക്കുന്നതുകൊണ്ട് ചിലർ ഈ താളിപ്പിടാറില്ല. പക്ഷെ താളിപ്പിട്ട ഈ കറിയുടെ ഗ്രേവിക്ക് നല്ലൊരു ടേസ്റ്റും അതുപോലെ നല്ലൊരു സ്മെല്ലുമാണ്. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. താങ്ക്